നമ്മൾ 1.5 കിലോ ഇറച്ചി മേടിച്ച് ആ ഇറച്ചി നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ചേർക്കുന്ന സാധനമൊക്കെ ഞാൻ കാണിക്കും. പിന്നെ ഞാൻ 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂണ് ഇറച്ചി മസാലപ്പൊടി, പിന്നെ 2 സ്പൂണ് തൈര്, ഇത്രയും നമ്മൾ പിന്നെ 1 സ്പൂണ് ഉപ്പും കൂടെ, ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇതൊന്ന് പെരട്ടാം. നമുക്ക് കൈകൊണ്ട് തന്നെ പെരട്ടി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വറുത്ത് പോകണം. ബിരിയാണിക്ക് നമുക്കൊന്ന് വറുത്ത് പോകണം. നമുക്കിതെല്ലാം ഒന്ന് പെരട്ടി ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പെരട്ടി വെച്ചു ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഇരിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചട്ടി അടുപ്പിൽ വെച്ച് നമ്മളെ ഇത് ഇറച്ചി ഒന്ന് വറക്കാൻ, ഇറച്ചി തേണ്ടി ഇവിടെ പെരട്ടി വെച്ചേക്കുന്നു. 1.5 കിലോ ഇറച്ചി അത് പെരട്ടി വെച്ചേക്കുന്നു. അതല്ല ഇപ്പം നമ്മളൊന്ന് ഇതെടുക്കാൻ പോവുക. ഈ ഇറച്ചിയെല്ലാം വറുത്ത് പോരാൻ അടുപ്പയിലിട്ടേക്കുക. ഇത്ര ഇറച്ചി ഇട്ടു, ഇനിയും ബാക്കി ഇറച്ചി ഇവിടെ ഇരിക്കും, അതും കൂടെ വറുത്ത് പോരാൻ. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം വറുത്ത് കോരി വെച്ചു. ഇനി നമ്മൾ ചൂടുവെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചീനിച്ചട്ടി ഉരുളിയെടുത്ത് അടുപ്പയിലോട്ട് വെച്ചു. ഇനി അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇറച്ചിക്കുള്ള ഗ്രേവി തയ്യാറാക്കണം. നമ്മളിതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പെരുംജീരകം ചേർത്തു, പിന്നെ തക്കാളിക്ക 2 എണ്ണം ചേർത്തു. ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മളതിനകത്തോട്ട് ഈ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ട് വഴറ്റി. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് അതിനകത്തോട്ടിട്ട് ഇച്ചിരിപ്പ് കിട്ടും. അപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം ഇത് ഗ്രേവി അധികം വേണ്ടല്ലോ, ബിരിയാണിയിൽ വെക്കുന്നത്, അതുകൊണ്ട് ഇറച്ചിയെല്ലാം നല്ലോണം കിടന്ന് തീക്കകത്ത് വേവുക. അപ്പം നമ്മൾ ഉരുളിക്കകത്തിട്ട് എല്ലാം ഒന്ന് വറുത്ത് കോരിയതാണ്, ഒത്തിരി മൂപ്പിച്ചില്ല, കുറച്ച് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ പെരട്ടിയെല്ലാം മസാല പുരട്ടി വെച്ചിരുന്ന് വറുത്ത് കോരിയ ഇറച്ചിയിട്ട് അങ്ങോട്ടിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒന്ന് പെരട്ടി നമ്മൾ ആ ആവിക്ക് തന്നെ വേന്തോളൂ. ഇനി ഞാനൊരു ദൂഷണില എടുത്തുകൊണ്ട് വന്ന് ഇതിന് അടപ്പില്ലാത്തത് കൊണ്ട് ദൂഷണില എടുത്ത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഇറച്ചി കിടന്ന് വേവുന്നതേ ഉള്ളൂ. നല്ലോണം പറ്റണം, എന്നിട്ടേ നമുക്ക് ചോറിടാനൊക്കത്തുള്ളൂ. അതുവരെ വേവട്ടെ. ഞാനിപ്പോൾ ആദ്യം ഇറച്ചി എല്ലാം പറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിപ്പം ഞാൻ ചോറ് അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ മേളിൽ ഞാൻ ഉള്ളി വറുത്തിട്ടു, ഇച്ചിരി കിസ്മിസും ഇട്ടു. ഇനി എന്നിട്ട് ഒരു ലെയറും കൂടെ നമുക്ക് ചോറിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടു. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാം നമ്മൾ ഒരു ലെയർ ഇട്ടിരുന്നു, ചോറിട്ടിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വറുത്തുള്ളി, കിസ്മിസ്, ഇച്ചിരി നാരങ്ങാനീര് എല്ലാം പിഴിഞ്ഞൊഴിച്ച് നമ്മൾ അത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മേളിൽ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിലും അതുപോലെ തന്നെ ഉള്ളി വറുത്തതും കിസ്മിസും നെയ്യും നാരങ്ങാനീരും കൂടെ ഇച്ചിരി ചേർത്ത് അപ്പോൾ അതും നമ്മളെടുത്ത് വെച്ചു. ഇനിയിപ്പം നമുക്കിതൊന്ന് ദം ചെയ്യാം. നമ്മൾ തീ തന്നെ അല്ലേ ചെയ്യുന്നത്. ഒരു പാത്രം എടുത്ത് അടച്ച് നമ്മളൊരു 5 മിനിറ്റ് വെക്കും. തീ ഇനി പിരിച്ച് മാറ്റി ഇനി ആ കനലിൽ കിടന്നത് ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് ബിരിയാണി. ഇനി ഞാൻ ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുക ബിരിയാണിയുടെ. ഇനി ഞങ്ങൾ ഉണ്ണുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചേക്കും. ഓക്കെ ബൈ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക കേട്ടോ. ഓക്കെ ബൈ.